ഞാൻ ഈയിടയ്ക്ക് ഫോൺപേ SBI സെലക്ട് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു. ആ ഒരു കാർഡ് എടുത്തിട്ട് ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞു. ഞാൻ ഓൾറെഡി SBI കാർഡിൻ്റെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഒരു റീപ്ലേസറാണ് ഫോൺപേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡ് എടുത്തത്. അപ്പോൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞു. ഈ ഒരു കാലയളവിലെ എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് പേപ്പറിൽ പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം, പക്ഷേ റിയൽ ലൈഫിൽ വരുന്ന സമയത്ത് അത് എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. റിയൽ ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് കിട്ടിയെന്ന് വരില്ല, പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അന്നത്തെ വീഡിയോയിൽ വെൽക്കം ടു അനദർ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം തന്നെ ഒരു ഫോൺപേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് കാർഡ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ഉള്ള ഒരു വേരിയന്റ് കാർഡാണ്. ജോയിനിങ് ഫീസ് 1499 രൂപ പ്ലസ് GST ആണ് വരുന്നത്. കാർഡ് എടുത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ആ ഒരു ചാർജ് എടുത്തു 1499 രൂപ. പിന്നെ അതിന്റെ GST ആയിട്ട് ഏകദേശം ഒരു 269 രൂപ, അങ്ങനെ ഒരു ചാർജാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ജോയിനിങ് ഫീസ് കൊടുത്താലും ഒരു വെൽക്കം ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. 1500 രൂപ വർത്തായിട്ടുള്ള ഫോൺപേയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടി. സോ ഇങ്ങനെ കൊടുത്ത ജോയിനിങ് ഫീസ് കിട്ടിയ ഒരു വെൽക്കം ബെനിഫിറ്റിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ കൊടുത്ത ആ ഒരു ജോയിനിങ് ഫീസിന്റെ GST ആയി 269 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് നമുക്ക് വേറെ രീതിയിലൊന്നും തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചില്ല. കിട്ടിയ വെൽക്കം വൗച്ചർ ഞാൻ ഫോൺപേ ഗിഫ്റ്റ് കാർഡ് ബാലൻസിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ആ ഒരു ഗിഫ്റ്റ് കാർഡ് ബാലൻസ് ഉപയോഗിച്ച് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി ഒരു കാർഡിന്റെ റിവാർഡ് ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൺപേ സ്പെൻഡിന് 10% റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത്. മൊബൈൽ റീചാർജ്, ബിൽ പേയ്മെന്റ്, അതുപോലെ ഇൻഷുറൻസ് പേയ്മെന്റ്, പിന്നെ ഫോൺപേക്കുള്ളിൽ നമുക്ക് പലതരത്തിലുള്ള ട്രാവൽ ബുക്കിങ്ങുകൾ ചെയ്യാം. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ബുക്കിങ്ങുകൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു 10% റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു ക്യാപ്പ് വരുന്നുണ്ട്. നമുക്ക് ഫോൺപേക്കുള്ളിൽ ഇൻഷുറൻസ് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 10% റിവാർഡ് പോയിന്റിന്റെ ക്യാപ്പ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 500 വരെയാണ്. ബാക്കി ഫോൺപേ സ്പെൻഡിന് എല്ലാം കൂടി വരുന്ന ക്യാപ്പ് 1500 ആണ്. അങ്ങനെ മൊത്തം 2000 ആണ് ഈ ഒരു 10% റിവാർഡ് പോയിന്റിന്റെ ക്യാപ്പ് വരുന്നത്. പിന്നെ നമുക്ക് മറ്റു എലിജിബിൾ ഓൺലൈൻ കാറ്റഗറിയിൽ 5% റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അതിന്റെ ക്യാപ്പ് വരുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് മാക്സിമം നേടാനായിട്ട് സാധിക്കുക 1000 റിവാർഡ് പോയിന്റ് ആണ്. പിന്നെ നമുക്ക് ഓഫ്ലൈൻ കാറ്റഗറി സ്പെൻഡ്, അതുപോലെ തന്നെ നമുക്ക് റുപ്പേ വേരിയന്റ് കാർഡാണ് എടുക്കുന്നതെങ്കിൽ സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാറ്റഗറിയിലൊക്കെ നമുക്ക് 1% ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ക്യാപ്പ് വരുന്നത് നമുക്ക് ഒരു മാസം മാക്സിമം 2000 റിവാർഡ് പോയിന്റ് വരെയാണ് നേടാനായിട്ട് സാധിക്കുക. പിന്നെ നമുക്ക് 4 കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്വാർട്ടർലി ഒരു തവണ എന്ന രീതിയിൽ നമുക്ക് ഒരു വർഷം 4 കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ കോംപ്ലിമെന്ററി പ്രയോറിറ്റി പാസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫ്രീ ആക്സസ് അല്ല വരുന്നത്, നമുക്ക് ഡിസ്കൗണ്ട് നേടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് 2 വർഷത്തേക്കാണ് കിട്ടുന്നത്. പിന്നെ വരുന്നത് 1% ഫ്യൂൽ സർചാർജ് വേവറാണ്. 500 രൂപക്കും 4000 രൂപക്കും ഇടയിൽ ഫ്യൂൽ അടിക്കണം. നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 250 രൂപ വരെയാണ് സർചാർജ് വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കുക. മറ്റൊരു ബെനിഫിറ്റ്, ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആണ്. നമ്മൾ ആനുവലി 5 ലക്ഷം രൂപക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപ വർത്താറുള്ള ഒരു ട്രാവൽ വൗച്ചർ നമുക്ക് കിട്ടും. പിന്നെ റിവാർഡ് പോയിന്റ് എക്സ്ക്ലൂഷൻസ് വരുന്നുണ്ട്. ഈ കാണുന്ന കാറ്റഗറിയിലൊന്നും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. ഇതൊക്കെയാണ് ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പേപ്പറിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇനി റിയൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 100 രൂപയുടെ മൾട്ടിപ്പിൾസ് എന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണമായിട്ട് 270 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 270 രൂപക്കും നമുക്കവിടെ റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല. ഇപ്പോൾ ഓൺലൈനിലാണ് 270 രൂപ സ്പെൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയുടെ 5% മാത്രമേ നിങ്ങൾക്ക് അവിടെ റിവാർഡ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നോർമലി 270 രൂപയുടെ 5% എന്ന് പറയുന്നത് 13 രൂപ 50 പൈസയാണ്. പക്ഷെ കിട്ടുന്നത് നമുക്ക് ആ 200 രൂപയുടെ 5% ആയിരിക്കും. നമുക്ക് 10 റിവാർഡ് പോയിന്റ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. അതേസമയം നമ്മൾ SBIയുടെ ഒരു ക്യാഷ് ബാക്ക് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 20 രൂപയുടെ മൾട്ടിപ്പിൾസ് എന്ന രീതിയിലാണ് കിട്ടുന്നത്. സോ 270 രൂപ ആ ഒരു SBI ക്യാഷ് ബാക്ക് കാർഡ് വെച്ചാണ് ഞാൻ സ്പെൻഡ് ചെയ്തതെങ്കിൽ ഓൺലൈൻ കാറ്റഗറിയിൽ എനിക്കവിടെ ആ ഒരു 270 രൂപയുടെ 5%, അതായത് 13 രൂപ 50 പൈസയും ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയേനെ. ഇനി കിട്ടിയ റിവാർഡ് പോയിന്റ് നമുക്ക് വൗച്ചേഴ്സ് ആയിട്ടൊക്കെ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അത് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാനും സാധിക്കും. എന്നാൽ ഈ ഒരു ഫോൺപേ SBI കാർഡിൽ നമുക്കത് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിക്കണം. അങ്ങനെ ഒരു പ്രോസസ്സാണ് വരുന്നത്. കസ്റ്റമർ കെയറിൽ വിളിച്ച് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ക്യാഷ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് റിവാർഡ് പോയിന്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അതും മിനിമം നമുക്ക് 500 റിവാർഡ് പോയിന്റ് ഉണ്ടാകണം നമുക്കിങ്ങനെ റിവാർഡ് പോയിന്റ് ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ. എന്നാൽ SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും
ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു ക്യാഷ് ബാക്ക് എത്രയാണോ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആ ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് മന്ത് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയി വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് റിക്വസ്റ്റോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ കിട്ടിയ ക്യാഷ് ബാക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഈസി പ്രോസസ്സാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫോൺ പേ SBI കാർഡിൻ്റെ ആ ഒരു കാർഡിൽ കിട്ടിയ റിവാർഡ് പോയിന്റ് നമുക്ക് വൗച്ചേഴ്സ് ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. വൗച്ചേഴ്സ് ഒക്കെ ഓരോ വാല്യൂലുള്ളതായിരിക്കും. ചില വൗച്ചേഴ്സ് 250 രൂപയുടെ വൗച്ചേഴ്സ് ആയിരിക്കും, ചിലത് 500 രൂപയുടെ വൗച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ ഒരു റിവാർഡ് പോയിന്റ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റുപ്പേ വേരിയന്റ് കാർഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫോൺ പേക്കുള്ളിൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ആ ഒരു പേയ്മെന്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് കാണിക്കും. ഒന്ന് നമുക്ക് ഈ ഒരു റുപ്പേ വേരിയന്റ് കാർഡ് സെലക്ട് ചെയ്തുകൊണ്ട് UPI പിൻ എൻ്റർ ചെയ്ത് UPI വഴി പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് OTP എൻ്റർ ചെയ്ത് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ UPI ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും റിവാർഡ് പോയിന്റ് കറക്റ്റായിട്ട് കിട്ടാറില്ല. പല ഫോറത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പല പേയ്മെന്റ്സിലും റിവാർഡ് പോയിന്റ് കറക്റ്റായിട്ട് കിട്ടാറില്ല. സോ നിങ്ങൾ റുപ്പേ വേരിയന്റ് കാർഡാണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ ഫോൺ പേക്കുള്ളിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് UPI ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ OTP വിയ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. മറ്റൊരു പ്രശ്നം, ചില ട്രാൻസാക്ഷൻസിനൊക്കെ കറക്റ്റായിട്ട് റിവാർഡ് പോയിന്റ് കിട്ടില്ല. പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചത് ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് വേണം ആ ഒരു റിവാർഡ് പോയിന്റ് നേടിയെടുക്കാനായിട്ട്. പിന്നെ നേരിട്ട മറ്റൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ ട്രാൻസാക്ഷനിലും എത്ര റിവാർഡ് പോയിന്റ് കിട്ടി അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സ്റ്റേറ്റ്മെന്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. മൊത്തത്തിൽ എത്ര റിവാർഡ് പോയിന്റ് കിട്ടി എന്നുള്ള ഇൻഫർമേഷൻ മാത്രമായിരിക്കും നമുക്ക് ആപ്പിലും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ്മെന്റിലും കാണാനായിട്ട് സാധിക്കുക. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ കാര്യത്തിലും സെയിം ആണ്. ഓരോ ട്രാൻസാക്ഷൻ വൈസ് എത്ര ക്യാഷ് ബാക്ക് കിട്ടി അങ്ങനെയൊന്നും അറിയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു റിവാർഡ് പോയിന്റ് കിട്ടുന്ന കാറ്റഗറി കാർഡിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ട്രാൻസാക്ഷനിലും എത്ര റിവാർഡ് പോയിന്റ് കിട്ടി എന്ന് അറിയാൻ സാധിച്ചെങ്കിൽ വളരെ നന്നായേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് SBI കാർഡിൻ്റെ ഈ ഒരു കാർഡിൽ ലഭ്യമല്ല. നമ്മൾ പലപ്പോഴും ഓരോ ട്രാൻസാക്ഷൻ വൈസ് അസ്യൂം ചെയ്ത് ഇത്ര റിവാർഡ് പോയിന്റ് കിട്ടി അങ്ങനെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. സോ ഏത് ട്രാൻസാക്ഷനിൽ റിവാർഡ് പോയിന്റ് കിട്ടി ഏതൊക്കെ കിട്ടിയില്ല എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി എൻ്റെ ഈ ഒരു കാർഡിൻ്റെ യൂസ് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഒന്ന് ഓൺലൈൻ പേയ്മെൻറ്റുകൾ ചെയ്യാനായിട്ടാണ്. ഓൺലൈൻ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ 5% റിവാർഡ് പോയിന്റ് കിട്ടിയിരുന്നു. മറ്റൊരു കേസ് എന്ന് വെച്ചാൽ ഫോൺ പേ വഴിയായിരുന്നു പിന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം 10% ബെനിഫിറ്റ് കിട്ടും ഫോൺ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ എൻ്റെ ഒരു ഡെയിലി സ്പെൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇല്ലെങ്കിൽ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഒക്കെ ആണെങ്കിലും അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻസ് അല്ല. അതൊക്കെ മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ്. വാല്യൂ കൂടുതലായിരിക്കും. ബാക്കി വരുന്ന എൻ്റെ മെജോറിറ്റി സ്പെൻഡിങ്ങും ഞാനിപ്പോൾ നിലവിൽ ചെയ്യുന്നത് എൻ്റെ റുപ്പേ വേരിയന്റ് കാർഡ് ഉപയോഗിച്ച് സ്കാൻ ആൻഡ് പേ വഴിയാണ് ഉപയോഗിക്കുന്നത്. കിവി കാർഡ് അല്ലെങ്കിൽ സ്ലൈസ് കാർഡ് ആയിരിക്കും. 2% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒട്ടുമിക്ക ഓഫ്ലൈൻ മർച്ചൻറ്റിലാണെങ്കിലും ഇല്ലെങ്കിൽ ഓൺലൈൻ കേസിലൊക്കെ ആണെങ്കിലും ഞാൻ ആ ഒരു കാർഡാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈസിയാണ് ഉപയോഗിക്കാനായിട്ട്. ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്യുക, പേ ചെയ്യുക. മറ്റേത് നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതാകുമ്പോൾ അവർ QR കോഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മർച്ചൻ്റ് ആണെങ്കിൽ QR കോഡ് ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് സ്കാൻ ചെയ്ത് പേ ചെയ്യുക. കൂടുതൽ കൺവീനിയൻ്റ് അതാണ്. സോ എൻ്റെ 90% പേയ്മെന്റ് ഇപ്പോൾ നിലവിൽ റുപ്പേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്കാൻ ആൻഡ് പേ വഴിയാണ് പോകുന്നത്. ഇനി ഓഫ്ലൈൻ മർച്ചന്റിൽ കാർഡ് സ്വൈപ്പ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ ആ ഒരു ആക്സിസ് ബാങ്കിന്റെ ഹൊറൈസൺ കാർഡാണ്. കാരണം 2% ബേസ് റിവാർഡ് കിട്ടും. ഇനി അതുമല്ലെങ്കിൽ സ്ലൈസിന്റെ ആ ഒരു റുപ്പേ വേരിയന്റ് ഫിസിക്കൽ കാർഡ് ഉപയോഗിക്കും. അതിന് 2% ബെനിഫിറ്റ് ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ 5 ലക്ഷം എന്നുള്ള മൈൽ സ്റ്റോൺ ബ്രേക്ക് ചെയ്തിരുന്നു. ഈ 2 കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി UPI കേസിലേക്ക് വരുന്ന സമയത്ത് മർച്ചന്റ് QR കോഡ് സ്കാൻ ചെയ്തുള്ള പേയ്മെന്റിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് കിവി കാർഡ് അല്ലെങ്കിൽ സ്ലൈസ് കാർഡാണ്. ഈ ഒരു ഫോൺ പേയുടെ കാർഡ് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഫോൺ പേയിൽ 1% ബെനിഫിറ്റ് മാത്രമാണ് കിട്ടുന്നത്. മറ്റേ കാർഡിലേക്ക് 2% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിന് ഈ ഒരു ഫോൺ പേ കാർഡ് ഉപയോഗിക്കണം. മറ്റേ 2 കാർഡിലും അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു കിവി കാർഡ് ആണെങ്കിൽ ഒരു മാസത്തെ 1,80,000 രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് എനിക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. എൻ്റെ സ്ലൈസ് കാർഡാണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. 2% ബെനിഫിറ്റ് കിട്ടും. എൻ്റെ ലിമിറ്റ് പക്ഷേ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കത് ഇനഫാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ പേ ഈ ഒരു കാർഡ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല മർച്ചന്റ് QR കോഡ് സ്കാനിൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു ഫോൺ പേ SBI കാർഡിന് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം. എൻ്റെ ഇപ്പം നിലവിലുള്ള ഒരു സ്പെൻഡിങ് പാറ്റേൺ നോക്കുന്ന സമയത്ത് എനിക്കത് എത്താനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ബാക്കി കാർഡുകളിലൊക്കെ ആയിട്ടാണ് ട്രാൻസാക്ഷൻ സ്പ്ലിറ്റ് ആയി പോകുന്നത്. ഈ ഒരു കാർഡിന് ഉപയോഗം കുറവാണ്. സോ 3 ലക്ഷം രൂപ എന്നുള്ള ആനുവൽ ആ ഒരു സ്പെൻഡിങ് മൈൽ സ്റ്റോൺ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് 5,000 രൂപയുടെ ട്രാവൽ വൗച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം. ആ ഒരു മൈൽ സ്റ്റോണും എത്താനായിട്ട് സാധിക്കുമെന്ന് കരുതുന്നില്ല. എന്തായാലും ഇപ്പോൾ ജോയിനിങ് ഫേസ് കിട്ടിയ വെൽക്കം ബെനിഫിറ്റിലൂടെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റി 269 രൂപ മാത്രമാണ് കയ്യിൽ നിന്ന് പോയത്. ഇനിയിപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴായിരിക്കും റിന്യൂവൽ ഫീസ് എടുക്കുന്നത്. അതുവരെ എന്തായാലും ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. SBI ക്യാഷ് ബാക്ക് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ കൂടുതൽ കൺവീനിയൻ്റ്
ഉപയോഗിക്കാനായിട്ട് കൂടുതൽ കൺവീനിയൻറ്റും ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിലും കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ബെസ്റ്റ് SBI ക്യാഷ് ബാക്ക് കാർഡ് തന്നെയാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് ക്യാഷ് ബാക്ക് കാർഡ് ഏതാണ് എന്നുള്ളതിൻ്റെ ഉത്തരം നിലവിലും SBI ക്യാഷ് ബാക്ക് കാർഡ് തന്നെയാണ്. നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 5% ബെനിഫിറ്റ് കിട്ടും, അപ് ടു 2 ബില്യൺ സൈക്കിളിൽ 2000 രൂപ വരെ. ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1% ക്യാഷ് ബാക്ക് കിട്ടും, അതും 2000 രൂപ വരെ 1 ബില്യൺ സൈക്കിളിൽ. അങ്ങനെ മൊത്തം 4000 രൂപയുടെ ബെനിഫിറ്റാണ് കിട്ടുന്നത്. 999 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. റിന്യൂവൽ ഫീസ് വേവ് ചെയ്യാനായിട്ട് 2 ലക്ഷം രൂപ മാത്രം സ്പെൻഡ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ റിന്യൂവൽ ഫീസ് എടുത്താലും പലപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത റിന്യൂവൽ ഫീസ് അവർ റീഫണ്ട് ചെയ്ത് നൽകാറുമുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി